മരണപ്പെട്ടു പോയ സജ്ജനങ്ങളെ നിങ്ങൾ പിൻപറ്റിയേക്കണം. കാരണം ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഫിത്നകൾ ഉണ്ടായേക്കാം, അവരുടെ അന്ത്യം മോശമായി പോയേക്കാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റോൾ മോഡൽ ഈ സമൂഹത്തിന്റെ മുൻ തലമുറകളിൽ കഴിഞ്ഞു പോയ മഹത്തുക്കളാണ്. ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്ന മൂല്യങ്ങൾ ഉണ്ടാവുകയും. ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ലക്ഷ്യങ്ങളില്ല എന്നതല്ല, നമ്മുടെ ലക്ഷ്യം വളരെ പരിമിതമായി പോയി എന്നതാണ്. Our objectives are too easy to achieve. നമ്മൾ വളരെ ചെറിയ ലക്ഷ്യങ്ങളെ വെക്കുന്നുണ്ട് മുമ്പിൽ. പക്ഷേ if we set high objectives in life, നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളതെങ്കിൽ definitely we will succeed. നമുക്ക് വിജയിക്കാൻ കഴിയും തീർച്ചയായും. അതുകൊണ്ട് മുൻകാല സമൂഹങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം നമ്മൾ ഇവിടെ നടത്തുകയാണ്. ഈ സമൂഹത്തിന്റെ മുമ്പേ കഴിഞ്ഞു പോയ മഹാനായ ഖാദി ഹുസൈനാർ തങ്ങളുടെ തിരുമുറ്റത്ത് നിന്നാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് മഹതിമാർ, നമ്മുടെ മംഗമാർക്കും നമ്മുടെ പെണ്ണുങ്ങൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അവരിലേക്ക് നമുക്ക് നിർത്തി നോക്കണം. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എവിടെയാണ് അവർ നിൽക്കുന്നത്? മഹദി ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ, ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം അൽ ഖുറശി അൽ ആമിരിയ എന്നാണ് അവരുടെ പേര്. ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം, ജാബിർ ഇബ്നു ഹകീം തങ്ങളുടെ മോൾ ഗസിയ റളിയല്ലാഹു അൻഹ. മഹദി മുസ്ലിമീങ്ങളിൽ ആദ്യകാലങ്ങളിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. മക്ക കാലഘട്ടങ്ങളിൽ തിരുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടോർച്ചറിംഗ് ഉണ്ടായ, ഏറ്റവും വലിയ അതിക്രമങ്ങൾക്ക് തിരുമേനിയും അനുയായികളും വിധേയരാകേണ്ടി വന്ന ഒരു കാലഘട്ടത്തിൽ സത്യസന്ധയായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരു മഹദിയ ഉമ്മു ശരീഖ് റളിയല്ലാഹു തആല അൻഹ. അവർ പറയുന്നു, എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ അവരെന്നോട് ചോദിച്ചു, അൻതി അലാ ദീനി മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് നബിയുടെ മതത്തിലാണോ എന്ന് ചോദിച്ചു എന്ന്. ഞാൻ പറഞ്ഞു, ഈ വല്ലാഹ്, തീർച്ചയായും. അവർ പറഞ്ഞു, വല്ലാഹി ലനുഅദ്ദിബന്നക അദാബൻ ശദീദ, കടുത്ത പരീക്ഷണങ്ങൾക്ക് ഞങ്ങൾ വിധേയരാകും, നിങ്ങളെ ഞങ്ങൾ ശിക്ഷിക്കാൻ പോവുകയാണ്. ആരോട്? ഗസിയ ബീവിയോട് പറഞ്ഞു. അവരെന്ത് ചെറുപ്പക്കാരിയാ. അവർ പറഞ്ഞു, അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി. അവരെനിക്ക് ഭക്ഷിക്കാൻ തന്നത് ബ്രെഡും ഒരൽപ്പം തേനും, അൽ ഖുബ്സ വൽ അസൽ, തേനും തന്നു, ബ്രെഡും തന്നു, കുടിക്കാൻ വെള്ളം തന്നില്ല. എന്നെ കൊണ്ടവർ മരുഭൂമിയിലേക്ക് കടന്നു. ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. ഒട്ടകങ്ങളിൽ ഏറ്റവും പരുക്കനായ ഒരു ഒട്ടകത്തെ എനിക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്തു. യാത്രക്ക് ഒരു സൗകര്യവുമില്ല. ആ ഒട്ടകപ്പുറത്ത് ഞാൻ പോവുകയാണ്. അവരെന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നറിയില്ല. മരുഭൂമിയുടെ മധ്യത്തിലെത്തിയപ്പോ അവർ പറഞ്ഞു, നമുക്ക് ഇവിടെ താമസിക്കാം. അവർ ടെന്റ് കെട്ടി അവരതിന്റെ ഉള്ളിൽ താമസിച്ചു. എന്നെയും ഒട്ടകത്തെയും പിടിച്ചു കെട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ ത്യാഗമൊക്കെ? മുസ്ലിമായതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ, മറ്റൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒരു ത്യാഗം ചെയ്യാൻ നമ്മുടെ പെണ്ണുങ്ങൾക്കാകുമോ? ആ മഹദി പറയുന്നു, 3 ദിവസം അവരെന്നെ കെട്ടിവെച്ചു. കുടിക്കാൻ വെള്ളം തന്നില്ല. മരുഭൂമിയിൽ 3 ദിവസം വെള്ളം കിട്ടാതിരുന്നാലുള്ള ഒരവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ. 3 ദിവസം. നമുക്ക് ഒരു ദിവസം നമ്മുടെ കേരളീയ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു ദിവസം 3 ദിവസം എനിക്കവരെ വെള്ളം തരാതെ എന്നെ മരുഭൂമിയിൽ 3 ദിവസം വെയിൽ കൊള്ളിച്ചു. അവരുടെ ടെന്റിന്റെ ഉള്ളിൽ സൂര്യൻ ഉദിച്ചാൽ എന്നെ പുറത്തേക്ക്, എന്നെ മരുഭൂമിയിൽ കെട്ടിയിടും. ഞാൻ വെയിൽ കൊള്ളുകയാണ്. 3 ദിവസം മരുഭൂമിയുടെ വെയിൽ കൊണ്ടു. ഗസിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു ശരീഖ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. മഹദി റളിയല്ലാഹു തആല അൻഹ. ഒരു പെണ്ണിന്റെ ആത്മധൈര്യം നമ്മൾ ആലോചിക്കണം. ആ മഹദി പറയുന്നു, അങ്ങനെ ഒരു ദിവസം മരുഭൂമിയിൽ ദാഹിച്ചവശയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ മുമ്പിൽ വെള്ളത്തിന്റെ തണുപ്പ് വരുന്നു. എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ്. അപ്പോ എനിക്ക് സ്വബോധം പോലും നഷ്ടപ്പെട്ട രീതിയിലാണ്. ഞാൻ പകുതി ജീവനോടുകൂടെ കിടക്കുകയാണ്. എന്റെ കാതും കണ്ണും ഒന്നും വർക്ക് ചെയ്യുന്നില്ല, തളർന്നിരിക്കുകയാണ്. 3 ദിവസമായി വെള്ളം കുടിച്ചു. ഒരു വെള്ളത്തിന്റെ കപ്പ് എന്റെ മുഖത്ത് വന്ന് തട്ടുന്ന പോലെ അതിന്റെ ഒരു തണുപ്പ് ഞാൻ അനുഭവിച്ചു. ഞാനതിൽ തൊട്ടു നോക്കി, എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. നോക്കുമ്പോ വെള്ളമുണ്ടതിൽ. ഞാൻ എന്റെ വായിലേക്ക് ഒഴിച്ചു.
എന്റെ ദാഹം തുറന്നപ്പോഴേക്കും അത് മേലോട്ട് ഉയർന്നു. ഞാൻ അപ്പോഴേക്കും കണ്ണു തുറന്നു, എനിക്ക് കാണാൻ പറ്റുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കെട്ടിവെച്ചിരിക്കുന്ന പോലെ. ഞാൻ ഒന്നുകൂടെ തളർന്നു കിടക്കുകയാണ്. ഒരൽപ്പം വെള്ളം കിട്ടി ആശ്വാസത്തിലായിരുന്നു. വീണ്ടും ആ ബക്കറ്റ് എന്റെ മുഖത്ത് വന്നിങ്ങനെ മെല്ലെ തട്ടുന്നു. അതിന്റെ തണുപ്പ് ഞാൻ അതിൽ കയറി പിടിച്ചു. വെള്ളമുണ്ട്, ഞാൻ കുടിച്ചു. വീണ്ടും എന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു. എമ്പാടും ഞാൻ ഒന്ന് തണുത്തു. ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി. ഞാൻ അങ്ങനെ കിടക്കുമ്പോ എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ, എന്റെ ഭർത്താവ് ഹിജറ പോയിരിക്കുകയാണ്, ഭർത്താവിന്റെ കൂടെ ഇല്ല. ഞാൻ ഒറ്റക്കായിരുന്നു മക്കയിൽ. എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്റെ കൂടെ വന്നു. അവർ ചോദിച്ചു, ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് പെണ്ണെ, ഞങ്ങൾ കൊണ്ടുവന്ന തുച്ഛമായ വെള്ളം ആ പാത്രം കഴിച്ച് നീ അത് കുടിച്ചല്ലേ? മാത്രമല്ല നീ കുളിച്ചുമല്ലേ? ഈ മരുഭൂമിയിൽ എങ്ങനെ നിനക്ക് വെള്ളം കിട്ടി? ആ മഹദി പറഞ്ഞു, അല്ലാഹു തന്നതാണ്. റബ്ബിന്റെ ശത്രുവേ എന്നവർ വിളിച്ചു ആ പെണ്ണിനെ, മഹദിയെ. അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു ഞാനല്ലല്ലോ. അല്ലാഹുവിന്റെ ശത്രു ആരാണ്? ഈ ലോകത്ത് ജീവിക്കാൻ, ശ്വസിക്കാനും ഭക്ഷിക്കാനും സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത പടച്ച തമ്പുരാനെന്ന കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനാണെന്ന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിലൂടെ ലോകത്തിന് പറഞ്ഞു കൊടുത്ത സർവേശ്വരനായ ഏകനായ രക്ഷിതാവിനെ നിഷേധിച്ചത് നിങ്ങളല്ലയോ ശത്രുക്കൾ? ഞാനാണോ ശത്രു? നിങ്ങളാണ് അല്ലാഹുവിന്റെ ശത്രുക്കളെന്ന് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ അവര് പറഞ്ഞു. അല്ലാഹുവാണ് എനിക്ക് തന്നിരിക്കുന്നത്, അല്ലാഹുവാണ് ആ വെള്ളം തന്നത്. അവനല്ലേ പറഞ്ഞത്, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, പ്രയാസങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ഒരാൾ ദുആ ചെയ്യുമ്പോ അവനല്ലയോ ഉത്തരം നൽകുന്നത്. وإذا سألك عبادي عني فإني قريب. എന്റെ ആളുകൾ എന്നെ പറ്റി ചോദിക്കുമ്പോ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം, നബിയെ ഇന്നി ഖരീബ്, ഞാൻ വളരെ അരികത്തുണ്ട്. ഇത് പറഞ്ഞവനല്ലേ അല്ലാഹു. ആ റബ്ബാണ് എനിക്ക് മരുഭൂമിയിൽ വെള്ളം തന്നത്. മുഅ്ജിസത്തായിരുന്നു. സ്വഹാബത്തിന്റെ കറാമത്തുകളിൽ, സ്വഹാബത്തിന് സംഭവിച്ച കറാമത്തുകളിൽ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിച്ച ഈ വെള്ളത്തെ സംബന്ധിച്ച് ആലിമീങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വളരെ അത്ഭുതമായിരുന്നു അത്. അവര് പറഞ്ഞു, ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഓടിച്ചെന്ന് ടെന്റിലേക്ക് നോക്കുമ്പോ അവര് കൊണ്ടുവന്ന വെള്ളമൊക്കെ അതുപോലെ തന്നെ ബാക്കിയുണ്ട്, ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. അവര് പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ കാനല്ലദീ റസഖകില്ലാഹ്, അല്ലാഹുവാണ് നിനക്ക് വെള്ളം തന്നതെങ്കിൽ ആമന്നാ ബില്ലാഹ്, ആ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്റെ മതത്തിലാണ്, നിന്റെ കൂടെയാണ്. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും ഇവിടെ ഇങ്ങനൊരു അത്ഭുതം ചെയ്തു തരാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ 3 ദിവസം കഷ്ടപ്പാട് സഹിച്ചതിന്റെ പിന്നിൽ 7ഓളം വരുന്ന ചെറുപ്പക്കാർ, സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളും കുടുംബക്കാരും 7ഓളം പേർ മരുഭൂമിയിൽ വെച്ച് കലിമ ചൊല്ലുകയും അഷ്റഫുൽ മുമ്പിലേക്ക് ഹിജ്റ പോവുകയാണ് നബിയെ കാണാൻ മദീനയിലേക്ക്. 7 കുടുംബങ്ങൾക്ക് ഇസ്ലാം കിട്ടിയത് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹദിയുടെ അവരുടെ നേരായ രീതിയിലുള്ള പിടിച്ചു നിർത്തമാണ്. ചാഞ്ചല്യമില്ലാതെ, ചാഞ്ചാട്ടങ്ങളില്ലാതെ അല്ലാഹുവിന് വേണ്ടി സഹിച്ച ത്യാഗം. നമ്മൾ വല്ലതും സഹിക്കുന്നുണ്ടോ? നമ്മൾ എന്ത് സഹിച്ചു? നമ്മുടെ ഭർത്താക്കന്മാർ, അവരുടെ കുടുംബക്കാർ എന്തിനാ ടോർച്ചർ ചെയ്യുന്നത്? സ്ത്രീധനത്തിന്റെ പേരിൽ അല്ലേ? ഈമാനിന്റെയും അഖീദയുടെയും പേരിൽ ആരെങ്കിലും ഇടപെടാറുണ്ടോ? ആഗ് ഹേ ഔലാദ് ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ, क्या फिर किसी को किसी का इम्तिहान मक़सूद है. അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിക്കാൻ ആരാണ് തയ്യാറുള്ളത്? പിന്നെ വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ വന്നത് ഭക്ഷിക്കാനും ഭുജിക്കാനും ഉറങ്ങാനും സുഖിക്കാനുമല്ലല്ലോ. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇല്ലാ ലിയഅ്ബുദൂൻ, രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടെത്താനാണ് എന്റെ വിശ്വാസം. ഞാൻ എന്തിനെ ആരാധിക്കുന്നു? എന്താണ് എന്റെ വിശ്വാസം? എന്റെ മതമേതാണ്? ആരാണ് എന്നെ പടച്ചുവിട്ടവൻ? എന്റെ സ്രഷ്ടാവാരാണ്? ഇത് മനസ്സിലായില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ എന്ത് വിലയാണുള്ളത്? എന്ത് വിലയാണുള്ളത്? കോടാനുകോടി ദൈവങ്ങളാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് നടത്തിയതെങ്കിൽ മനുഷ്യയുക്തിക്ക് പോലും മനസ്സിലാവാത്ത ഈ സിദ്ധാന്തം ഞാൻ എന്തിന് കൊണ്ടു നടക്കണം? ആരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് പഠിപ്പിച്ചു തരാൻ ആയിരക്കണക്കായ പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടിട്ട് ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്ത് ജീവിതത്തിനർത്ഥം? എന്താണ് ജീവിതത്തിനർത്ഥം?
ആ അർത്ഥം മനസ്സിലായപ്പോഴാ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കഷ്ടപ്പെട്ടത്, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചുവല്ലോ. പാറക്കല്ലൊക്കെ ദേഹത്ത് കയറ്റി വെച്ചു എന്നാണ്. നമ്മൾ ചില അഡ്വഞ്ചർ കാണാറുണ്ട്. ചില ആളുകളൊക്കെ വാഹനങ്ങളൊക്കെ ദേഹത്തുകൂടി ഇടിച്ചു കയറ്റി കൊണ്ടുപോകുന്നു, കടന്നു കൊടുക്കുകയാണ്. എത്രയോ ഭാരമേറിയ ടൺ കണക്കിന്, ക്വിന്റൽ കണക്കിന് ഭാരങ്ങളൊക്കെ ചുമഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവും അവരുടെ ചില സിദ്ധികളുമൊക്കെ കാണിച്ച് പ്രൈസുകൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ചെയ്തത് ഒരു പ്രൈസിന് വേണ്ടിയാണ്. അത് ജന്നഹ്, സ്വർഗ്ഗമാണ്. വലിയ ത്യാഗം ചെയ്തില്ലേ? ചുവന്ന മരുഭൂമിയിലെ ചൂടുള്ള ആ ഒരു മണലിൽ കിടത്തിയത് തന്നെ പോരെ. പിന്നെയാണ് പാറക്കല്ല് വെച്ചത്. എന്നിട്ടും പറഞ്ഞു അഹദ് എന്ന്. അഹദ്, അല്ലാഹു ഏകനാണ്. കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ബിലാലെ എങ്ങനെയാ നിങ്ങൾ ഇതൊക്കെ സഹിച്ചത്? ആളുകൾ ചോദിച്ചു, എങ്ങനെയാ ബിലാലെ നിങ്ങൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റിയത്? എങ്ങനെ സഹിക്കാൻ പറ്റിയത്? നമുക്ക് പള്ളിയിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ ആ പള്ളിക്ക് നമ്മൾ അങ്ങനെയാ. ഏതെങ്കിലും ഒരാളോടൊരു പിണക്കുണ്ടെങ്കിൽ അയാൾ പോകുന്ന പള്ളിക്ക് ഇയാൾ വരുന്നില്ല. കമ്മിറ്റിയുമായി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വഴിക്ക് നമ്മളില്ല. അള്ളാഹുവിനെ മാറ്റിവെച്ചു. നമ്മൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത്? ആർക്കാണ് ഈ ജീവിക്കുന്നത്? കൈഫ തഹമ്മൽത കുല്ല ഹാദൽ അദാബ്, ബിലാലെ എങ്ങനെയാ ഇതൊക്കെ സഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായത്? അതിന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. മുസിജത് ഹലാവത്തുൽ ഈമാനി ബിമറാറത്തിൽ അദാബ് ഫതഗത് ഹലാവത്തുൽ ഈമാൻ. തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണിത്. മുസിജത് ഹലാവത്തുൽ ഈമാനി ബിമറാറത്തിൽ അദാബ്, ഈമാനിന്റെ മധുരം, ഈമാനിന്റെ മധുരം ശിക്ഷയുടെ കയ്പുമായി കൂട്ടിക്കലർത്തിയപ്പോൾ ഈമാനിന്റെ മധുരമാണ് മുൻകടന്നത്. ഈമാനിന്റെ മധുരം ഒന്ന് കൂടിയപ്പോ ശിക്ഷയുടെ കയ്പ് ഞാൻ അറിഞ്ഞില്ല എന്ന് ബിലാൽ ഇബ്നു റബാഹ് ആ മഹാനുഭാവന പറഞ്ഞത്. മരണം ആസന്നമായപ്പോ എന്റെ സങ്കടമേ, വിയോഗമേ, ബിലാലെ നിങ്ങൾ എന്നെ വേർപിരിയുകയാണോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരഞ്ഞപ്പോഴാ ബിലാൽ തങ്ങളുടെ മറുപടി, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? വാ ത്വറബാ, എന്റെ ആനന്ദമേ, നാളെയല്ലയോ ഞാൻ മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കാണാൻ പോകുന്നത്. ആനന്ദമേ, എനിക്ക് സന്തോഷമാണ് മരിക്കാനെന്ന് നമുക്ക് പറയാൻ കഴിയോ? നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുത്തിട്ടുണ്ടോ? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം, സ്വഹീഹ് ബുഖാരിയിൽ കാണാം. മൂന്ന് കാര്യങ്ങളുണ്ട് മൻ കുന്ന ഫീ, അത് ജീവിതത്തിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. മൂന്ന് വിഷയം, അത് ഹൃദയത്തിലാണ്. സമ്പാദിച്ചുണ്ടാക്കേണ്ട പൈസയല്ലത്, ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട മൂന്ന് വിഷയം. ആ മൂന്നെണ്ണം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മുതലാളിമാരാണ്. കയ്യിൽ കാശില്ലെങ്കിലും നമ്മൾ റബ്ബിന്റെ കണക്കിൽ മുതലാളിമാരാണ്. മൂന്നെണ്ണം, അത് മൂന്നനുഭവിക്കുന്ന ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാം. ഈമാനിന്റെ ഒരു മധുരമുണ്ട് അവർക്ക് അറിയാൻ പറ്റും. അല്ലാഹും റസൂലും കഴിച്ചിട്ടേ ബാക്കി എന്തിനോടും സ്നേഹമുള്ളൂ. സ്നേഹം ആരോട്? അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും. പ്രേമം ആരോട്? കൂടെ കണ്ടവളെയോ അല്ലെങ്കിൽ അങ്ങാടി വിട്ട് പരിചയപ്പെട്ടവളെയോ ഷോപ്പിലേക്ക് നിരന്തരം കയറി വരുന്നവളെയോ അല്ല. പ്രേമം ആരോട്? അല്ലാഹുവിനോട് സ്നേഹം, അല്ലാഹുവിനോടുള്ള പ്രേമം. സഹോദരിമാരെ, ഖൽബ് അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? അവിടെ ഇടം റബ്ബിന് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ്. أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്, ഒരു പെണ്ണൊരു സഹോദരിയെ സ്നേഹിക്കുന്നത്, ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുമ്പോ റബ്ബിന് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. സ്നേഹം അല്ലാഹുവിന് വേണ്ടി നല്ല നിലയ്ക്ക് ജീവിക്കുമ്പോൾ അവരോട് എന്തെന്നില്ലാത്ത സ്നേഹം. അവർക്ക് എന്ത് ജോലിയായിക്കോട്ടെ,
അവരുടെ ജീവിത ചുറ്റുപാടുകൾ എന്തോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന ഒരാളോടൊരു സ്നേഹം. അങ്ങനെ നമുക്കൊരു മുസ്ലിമായ ഒരു കൂട്ടുകാരൻ, ഇതൊരു പെണ്ണൊരാണിനെയോ ഒരാണ് ഒരു അന്യ പെണ്ണിനെയോ പ്രേമിക്കുന്ന പ്രേമമല്ലല്ലോ. സത്യവിശ്വാസികളുടെ ഈമാനിൽ കടഞ്ഞെടുത്ത പ്രേമം. രണ്ട് വിഷയത്തെ പ്രേമമാണ്, സ്നേഹമാണ്. ഒന്ന് ആദ്യം പറഞ്ഞ എന്താ? അള്ളാഹുവിനോടും റസൂലിനോടുമാണ് സ്നേഹം. അത് കഴിച്ചിട്ടേ ബാക്കിയൊക്കെയുള്ളൂ. അപ്പൊ ഏതൊരു വിഷയത്തിലും ഇടപെടുമ്പോ ഇതെന്റെ റബ്ബിന് ഇഷ്ടമാവുമോ? കുഞ്ഞുങ്ങൾക്ക് എല്ലാം വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കുട്ടികൾക്ക് ഇഷ്ടാവോ? ഈ മിഠായി ടേസ്റ്റ് അവർക്ക് പിടിക്കോ? ഈ ഡ്രസ്സ് ഇതിന്റെ കളർ അവർക്ക് ഇഷ്ടപ്പെടോ? ചിന്തിക്കാറില്ലേ? എന്റെ റബ്ബ് ഞാൻ ചെയ്യുന്ന പണി എന്റെ റബ്ബിന് ഇഷ്ടമാകുമോ? അങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ അള്ളാഹുവിനോടും റസൂലിനോടും ഒരു സ്നേഹമുണ്ടോ? മറ്റൊന്ന്, ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ, ഒരു മുസ്ലിമത്തിനെ ഇഷ്ടപ്പെടുന്നു. എന്തിന്? ലില്ലാഹ്, റബ്ബിന് വേണ്ടി. ഒരു സഹോദരി ഇഷ്ടപ്പെടുന്നു. എന്തേ? ഖവ്വാമത്തുൻ ബില്ലൈൽ സവ്വാമത്തുൻ ബിന്നഹാർ. അവള് രാത്രി നിസ്കരിക്കുന്ന പെണ്ണാണ്, പകല് നോമ്പെടുക്കുന്ന പെണ്ണാണ്, സത്യസന്ധയാണവൾ. അവൾ ഗീബത്തും നമീമത്തും പരദൂഷണം പറയുന്ന പെണ്ണല്ല. അവൾ ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കുന്നവളല്ല. അവളുടെ വായിൽ നിന്ന് അരുതാത്തതൊന്നും ഞാൻ ഇതുവരെ കേട്ടില്ല. അവളോടൊരു സ്നേഹം, ആ സ്നേഹം കൊണ്ട് ഈ പെണ്ണിന് ഈമാനിന്റെ മധുരം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനെ നിങ്ങൾക്ക് ഇഷ്ടമായി. എന്തുകൊണ്ട്? ആ മുഅ്മിനായ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മനുഷ്യൻ, പ്രായമെന്തോ ആകട്ടെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, റബ്ബിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്, ജീവിതത്തിൽ ഹലാലും ഹറാമും നോക്കുന്ന ആളാണ്, സൂക്ഷ്മതയുള്ള ആളാണ്. ആ ആളിനോട് നിങ്ങൾക്ക് തോന്നുന്ന സ്നേഹം നിങ്ങൾക്ക് ഈമാനിന്റെ മധുരം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ? أن يعود في الكفر بعد أن أنقذه الله كما يكره أن يقذف في النار. മുസ്ലിമാവാൻ ഭാഗ്യം നൽകിയതിൽ പിന്നെ മുസ്ലിമായ ഉമ്മക്കോ ബാപ്പക്കോ ജനിക്കാനുള്ള ഭാഗ്യമുണ്ടായതിൽ പിന്നെ ഇനി അവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു പോവില്ല. ഇനി ഞാൻ ബഹുദൈവ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോവില്ല. മുസ്ലിമാവാനുള്ള ഭാഗ്യം അല്ലാഹു തന്നതിന്റെ ശേഷം ഇനി ഞാൻ എന്റെ പഴയ വിശ്വാസത്തിലേക്ക്, ബഹുദൈവ ആരാധനയിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോവില്ല. എങ്ങനെ നീ വെറുക്കുന്നത്? എങ്ങനെയാണ് നീ അത് ചിന്തിക്കുന്നത്? തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എങ്ങനെയോ നിങ്ങൾ അത് വെറുക്കുന്നത്, അതുപോലെ തീയിലെറിയപ്പെടാൻ വെറുക്കുന്ന പോലെ ഇനി ഞാൻ എന്റെ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവില്ല എന്ന് ശഠിക്കുന്ന, അങ്ങനെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഈമാനിന്റെ മധുരമറിയാമെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്തൊന്നുമല്ല ഇപ്പൊ പറഞ്ഞത്. എന്താ? മൂന്നേ സ്നേഹമാണ്. ഇത് മൂന്നും, ഒന്ന് അള്ളാഹുവിനെ സ്നേഹിച്ചു, നബിയെ സ്നേഹിച്ചു. മറ്റൊന്ന് ഒരു വ്യക്തിയെ സ്നേഹിച്ചു അള്ളാഹുവിന് വേണ്ടി. ഹറാമായ പ്രേമത്തെ പറ്റി അല്ല ഈ പറയണമെന്ന് പ്രത്യേക അടിവരയിട്ട് മനസ്സിലാക്കി. മൂന്നാമത്തേത് എന്താ? ഇനി ഞാൻ അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോകില്ല. ഇത് കുറെ മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രേമത്തിന്റെയും അനുരാഗത്തിന്റെയും പേര് പറഞ്ഞ് ജാതിയും മതവും നോക്കാതെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വന്തം കുടുംബത്തെയും വലിച്ചെറിഞ്ഞ് എന്നെ പ്രേമിച്ചവന്റെ കൂടെ ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഉമ്മ ഉപ്പ എന്ന് അവരുടെ മുമ്പിൽ മുഖത്ത് നോക്കി നിർലജ്ജം കോടതിക്ക് മുമ്പിൽ പറയാൻ ചെങ്കൂറ്റമുള്ള ധാർഷ്ട്യമുള്ള കുഞ്ഞുങ്ങൾ, ധിക്കാരമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നൊരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പോകില്ല അവിശ്വാസത്തിലേക്ക്. എങ്ങനെ? അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ശേഷം ഒരു പ്രേമത്തിന്റെ തണലിൽ ഞാൻ നരകത്തിലേക്ക് പോകാൻ ഒരുക്കമല്ല എന്ന് നിങ്ങളുടെ കൽബിലുണ്ടോ? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഒരു പ്രേമക്കൊരു കേസ് വന്നാൽ അവരുടെ ജാതിയും മതവും അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇഷ്ടമില്ലാത്തൊരു വിഷയമായിരിക്കും. അവൾക്ക് വേണ്ടി അവളെ കൂടെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ അവളുടെ കൂടെ മതം മാറി പോവാനോ ഒരു ടെൻഡൻസിയോ ഒരു സന്നദ്ധതയോ എവിടെയെങ്കിലും കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മധുരം നിങ്ങൾക്കറിയാൻ കഴിയില്ല, ദീനിന്റെ മധുരം നിങ്ങൾക്കറിയാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈമാൻ എന്ന് പറയുന്നത് ലൈസ ബിത്തമന്നി വലാ ബിത്തഹല്ലി. വിശ്വാസം എന്ന് പറയുന്നത് പ്രതീക്ഷയല്ല. വിശ്വാസം എന്ന് പറയുന്നത് ആഭരണമായി അണിയാൻ കഴിയുന്ന ഒരു സംഗതിയുമല്ല.
വിശ്വാസം എന്നത് മാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ആണ്ടുപൂണ്ട് കിടക്കുന്നത്. വസദ്ദഖഹുൽ ലിസാൻ, നാവ് സത്യസന്ധമാക്കുന്നത്. വഅമിലത് ബിഹിൽ ജവാരിഹു വൽ അർകാൻ, മനുഷ്യ അവയവങ്ങളെ കൊണ്ട് അത് സാധൂകരിക്കാൻ കഴിയുന്നത്. യസീദു ബിത്വാഅഹ്, സൽക്കർമ്മം കൊണ്ട് വർദ്ധിക്കുന്നതാണ്. വയൻഖുസു ബിൽ അസ്യാൻ, തിന്മ ചെയ്താൽ കുറഞ്ഞു പോകുന്നതുമാണ് വിശ്വാസം എന്ന് പരിശുദ്ധ ദീനിന്റെ ഉലമാ പഠിപ്പിച്ചു. അതാണ് ഈമാൻ, ഇതാണ് വിശ്വാസം എന്നത്. ചീലുംകോലും ഡ്രസ്സൊക്കെയാണോ? മാ വഖറ ഫിൽ ഖൽബ്, അത് കിടക്കുന്നത് ഖൽബിന്റെ ഉള്ളിലാണ്. മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ ലിസാൻ, അത് നാവ് കൊണ്ട് സത്യസന്ധമായി പറയുകയും വഅമിലത് ബിഹിൽ ജവാരിഹു വൽ അർകാൻ, വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നവരല്ല, കർമ്മങ്ങൾ ചെയ്യുന്നവരെ. യസീദു ബിത്വാഅഹ്, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും തോറും ഈമാനിന്റെ വെളിച്ചം കൂടുന്നുണ്ട്. വയൻഖുസു ബിൽ അസ്യാൻ, തിന്മ ചെയ്യുമ്പോൾ ഈമാനിന്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നുണ്ടെന്ന് മഹാന്മാർ വിശ്വാസത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ മുമ്പിൽ വരുന്നു ആയിഷത്തു ഖദീജത്ത് റളിയല്ലാഹു അൻഹാ. സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് ഹദീസ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അച്ചാനി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലാഖ എന്റെ മുമ്പിലേക്ക് വന്നു. ഫഖാല, എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഹാദിഹി ഖദീജ, ഖദീജ ഇദാ വരുന്നു നബിയേ, അച്ചച്ചക്ക അങ്ങയുടെ മുമ്പിലെത്തിയിരിക്കുന്നു. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവുമായി ഖദീജ വരുന്നുണ്ട് നബിയേ. فإذا هي أتتك فقرأ عليها من ربها السلام ومني. ഖദീജ ബീവി വന്നാൽ ബീവിയോട് അല്ലാഹുവും അവന്റെ ദൂതനായ ഞാനും സലാം പറഞ്ഞിരിക്കുന്നുവെന്ന് നബിയെ ഖദീജയോട് പറയണേ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സലാം കൊടുത്തയച്ചിട്ടുണ്ട് അല്ലാഹു. എന്തൊരു ഭാഗ്യമാണത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖദീജ ബീവി, നിങ്ങൾ സന്തോഷിച്ചോളൂ. ബിബൈത്തിൻ ഫിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ വീടുണ്ട് ഖദീജ ബീവി. മിൻ ഖസബിൻ ലാ സഹബ ഫീഹി വലാ നസബ, മനോഹരമായ മുത്തുകളാൽ സജ്ജീകരിക്കപ്പെട്ട ഒരു വീടുണ്ട് നിങ്ങൾക്ക്. അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരാത്ത, ബഹളങ്ങളില്ലാത്ത, ശാന്തമായ സുന്ദരമായ ഒരു വീട് ബീവി നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുണ്ടെന്ന് മുത്തുനബി തങ്ങൾ തന്നെ ഖദീജ ബീവിയോട് റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ടാണ് ഖദീജ ബീവിക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത ഇവിടെ തന്നെ ലഭിക്കാൻ കാരണം? എന്തേ ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ സലാം ലഭിക്കാൻ കാരണം? ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിൽ ആയിത്തിറങ്ങിയപ്പോ മുത്തുനബിയോടുകൂടെ രാത്രി മുഴുവനോളം, രാത്രിയുടെ 2/3 ഭാഗം നിന്ന് നിസ്കരിച്ച മഹതിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قم الليل يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവരെ നബിയേ, ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രി നിസ്കരിക്കണം നബിയേ, കുറച്ചു നേരം ഉറങ്ങിയാൽ മതി. നിസ്ഫഹു, രാത്രിയുടെ പകുതിയോളം നിസ്കരിക്കണം നബിയേ. അവൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ ഒരൽപ്പം, പകുതിയിൽ ഒരൽപ്പം കുറയാം, അത്രക്ക് നിസ്കരിക്കണം. ഔസിദ് അലൈഹി, അല്ലെങ്കിൽ പകുതിയേക്കാളും ഇച്ചിരി കൂടിക്കോട്ടെ നബിയേ, രാത്രി നിങ്ങൾക്ക് മുഴുവൻ ഉറങ്ങാനുള്ളതല്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. ആ ആയത്തിനെ പ്രയോഗവൽക്കരിച്ച മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബിയോടൊപ്പം 3 കൊല്ലമാ രാത്രിയിൽ ഏതാനും മിനിറ്റുകളല്ലാതെ ബാക്കി മുഴുവൻ സമയം നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചത്. ആ ബീവിക്ക് ഇത് കിട്ടൂലേ? അങ്ങനെയാണ് നബിയോടൊപ്പം ഏതാനും ചില സ്വഹാബിമാർ 12 മാസമാണ് നബി തങ്ങളും അവിടുത്തെ സ്വഹാബികളും ഇങ്ങനെ നിസ്കരിച്ചത്. ഖദീജ ബീവിയും റളിയല്ലാഹു അൻഹ 12 മാസം, 1 വർഷത്തോളം രാത്രിയിലെ ഉറക്കം പരമാവധി ചുരുക്കിയിട്ട് നിസ്കാരമായിരുന്നു. ആളുകൾക്ക് വിഷമമായി, കാലുകളിൽ നീര് വന്ന് വീർക്കാൻ തുടങ്ങി, കാലുകൾ നിവർത്തി നിൽക്കാൻ പറ്റാത്ത അത്രക്ക് ക്ഷീണമായി വന്നപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കുന്നത്. മതി നബിയെ, ഒരുപാടായല്ലോ. ഇന്ന റബ്ബക യഅലമു അന്ന
أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن إن ربك يعلم അങ്ങയുടെ രക്ഷിതാവിനറിയാം നബിയെ أنك تقوم വിശുദ്ധ ഖുർആൻ പറഞ്ഞു നബിയെ അല്ലാഹുവിനറിയാം അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ രാത്രിയുടെ 2/3 മൂന്നിൽ 2 ഭാഗവും നബിയെ നിങ്ങൾ നിസ്കരിക്കുകയാണെന്ന് റബ്ബ് അല്ലാഹുവിനറിയാം രാത്രിയുടെ പകുതി തന്നെ അങ്ങയുടെ കൂടെയുള്ള ഒരു സംഘം ആളുകളും അള്ളാഹു പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെന്ന് റബ്ബിനറിയാം നബിയെ വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ രാവിനും പകലിനും കൃത്യമായ സമയം നിർണയിച്ചു കൊടുത്തത് അള്ളാഹുവാണ് രാത്രിയും പകലും ഇവിടെ കൊണ്ടുവരുന്നത് അല്ലാഹുവാണ് അലിമ അല്ലൻ തുഹ്സൂഹ് ഇത് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പ്രയാസമുണ്ടെന്ന് റബ്ബിനറിയാം നബിയെ ഫതാബ അലൈക്കും അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത്ര നിങ്ങൾ രാത്രി നിസ്കരിച്ചേക്കണേ ഇത്ര കൃത്യമായി ചെയ്യണം എന്ന ആ നിർദ്ദേശം അല്ലാഹു പിൻവലിക്കുന്ന ഒരു ആയത്താണിത് ഇങ്ങനെ ഒരു ആയത്തിന്റെ അവതരണം വരെ കൃത്യമായും അള്ളാഹുവിന് വേണ്ടി ഒരുപാട് നിസ്കരിച്ച മഹദിയല്ലയോ ഖദീജ റളിയല്ലാഹു അൻഹ നമ്മുടെ പെണ്ണുങ്ങൾ ആ മഹദിയിലേക്കൊന്ന് നോക്കുന്നുണ്ടോ അത് നമ്മുടെ റോൾ മോഡൽ അല്ലയോ മുത്തനബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് വിശ്വസിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഹബീബ് പറയുമായിരുന്നല്ലോ ആമനത് ബി യൗമ കഫറ ബിന്നാസ് ജനങ്ങൾ എന്നെ വിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ റളിയല്ലാഹു അൻഹ ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോ എന്നെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവൾ എന്റെ ഭാര്യ ഖദീജയായിരുന്നല്ലേ ജനങ്ങൾ എന്നെ ബുദ്ധിമുട്ടാക്കിയപ്പോ സ്വന്തം കയ്യിലെ സമ്പത്തെടുത്തുകൊണ്ട് ഈ ദീനിനെ സഹായിച്ചവളാണ് എന്റെ ഭാര്യ ഖദീജ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് ഇത്രയേറെ ത്യാഗം ചെയ്തു കൊടുത്തൊരു മഹദിയോട് അല്ലാഹു സലാം പറഞ്ഞതിൽ അത്ഭുതം തോന്നാനുണ്ടോ സിദ്ദീഖ് തങ്ങളുടെ മുകളിലേക്ക് വരാം ആകാശലോകത്തു നിന്നും ഖദീജ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിരപരാധിയാണെന്ന് അല്ലാഹു സൂറത്തുൽ നൂറിൽ ആയിച്ചിറക്കിയ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് ബന്ധുവായ ഖാസിം എന്നവരെ പറയുന്നത് കാനത്ത് ആയിഷതു തസൂമു ദഹറ കാലം മുഴുവനും നോമ്പെടുത്തിരുന്നു ഖദീജ ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പക്കാരിയല്ലേ 18-19 വയസ്സല്ലേ ഉള്ളൂ ഹബീബ് ലോകത്തോട് വിട പറയുമ്പോ അവിടെ നിന്നങ്ങോട്ട് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഇൽമു പഠിപ്പിച്ചത് ഒരുപാട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ കാലം മുഴുവനും നോമ്പെടുത്തിരുന്ന സുന്നത്ത് നോമ്പെടുത്തിരുന്ന മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട ഖാസിം എന്നവർ പറയുന്നുണ്ട് എല്ലാ ദിവസവും സുബ്ഹി നിസ്കരിച്ചാൽ ഞാൻ ആയിഷ ബീവിയുടെ എന്റെ ബന്ധുവല്ലേ ആയിഷ ബീവിയുടെ വീടിന്റെ അരികിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകും ബീവിയോടൊന്ന് സലാം പറയും ഒരു ദിവസം ഞാൻ നിസ്കാരം കഴിഞ്ഞ് നടന്നു വരുമ്പോ ബീവി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ ആയിഷ ബീവി ഓതുന്നത് ഞാൻ കേട്ടു ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ഇന്നഹു ഹുവൽ ബർറുർ റഹീം ഫമന്നല്ലാഹു അലൈനാ അല്ലാഹു നമ്മളോട് അനുകമ്പ കാണിച്ചുവല്ലോ വവഖാനാ അദാബസ്സമൂം നരകത്തിന്റെ കത്തിയാളുന്ന ചൂട് നമുക്ക് കേൾക്കാതെ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഉ ലോകത്ത് മരണത്തിന് മുമ്പേ ഒരുപാട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തവരല്ലോ ഇന്നഹു ഹുവൽ ബർറുർ റഹീം അവനാണല്ലോ ഉപകാരം ചെയ്യുന്നവൻ റബ്ബാണല്ലോ കാരുണ്യം ചെയ്യുന്നവൻ ഈ ഒരു ആയത്ത് സത്യവിശ്വാസികൾ സിറാത്ത് പാലം കടന്നു കഴിഞ്ഞാൽ നരകം ബാക്കിലായി കഴിഞ്ഞാൽ പറയുന്ന വാക്കാണിത് അല്ലാഹു ഇതൊക്കെ പറയാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് ചോദിച്ചു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ എപ്പോഴാ നമ്മൾ ചിരിക്കുക മനസ്സറിഞ്ഞു ചിരിക്കൽ എപ്പോഴാ
പറഞ്ഞു, ഒരു കാല് സ്വർഗത്തിൽ, ഒരു കാല് ഇപ്പുറത്തും ആകുമ്പോ നമുക്ക് ചിരിക്കാം, അപ്പോഴത് ഉറപ്പാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. സിറാത്ത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ പറയും, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നരകത്തിന്റെ കത്തിയാളുന്ന തീജ്വാലകൾ ഞങ്ങളിലേക്ക് ഏൽക്കാതെ നീ ഞങ്ങളെ സംരക്ഷിച്ചുവല്ലോ കർത്താവേ, അല്ലാഹുവേ നീ ഞങ്ങളെ സംരക്ഷിച്ചുവല്ലോ എന്ന ആ വചനം ആ രാവിലെ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ ഓതുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം അവിടെ നിന്നു. അവർ ഓതുന്നുണ്ട്, കരയുന്നുണ്ട്, വീണ്ടും അത് തന്നെ ഓതുന്നുണ്ട്. ഞാൻ ഒരുപാട് കാത്തുനിന്നു, സലാം പറയാനാ വരുന്നത്. ഒരുപാട് നേരം കാത്തുനിന്നു, കഴിയുന്നില്ല. അങ്ങാടിയിൽ പോയി എന്റെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ ആയിഷ ബീവി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതേ ആയത്തോടി കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഖാസിം റളിയല്ലാഹു അൻഹു. فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. ഈ ഒരു ആയത്ത് ഓതി പരലോകത്തിന്റെ ചിന്തയിൽ മതിമറന്നുപോയി കരഞ്ഞുകൊണ്ട് മഹദി റളിയല്ലാഹു അൻഹു ഓതുന്നത് ഞാൻ കണ്ടുവന്ന് ഖാസിം റളിയല്ലാഹു അൻഹു. സഹോദരിമാരെ, നമുക്ക് ഇങ്ങനെ ഒരു നേരമുണ്ടോ അല്ലാഹുവിനെ ഓർക്കാൻ? ഫാറൂഖ് തങ്ങളുടെ മോളുണ്ട്, ഹഫ്സ ബിൻതുൽ ഫാറൂഖ്. ഉമർ തങ്ങളുടെ മോളുണ്ട്, നബിയുടെ ഭാര്യയാണത്. ഹഫ്സ ബീവിയെ സംബന്ധിച്ച് മുത്തുനബിയോട് അല്ലാഹു പറഞ്ഞുവല്ലോ, ഖാല ജിബ്രീലു, ജിബ്രീൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റാജ ഹഫ്സ, ഹഫ്സ ബീവിയെ തലാഖ് ചൊല്ലരുത് നബിയെ, അവരെ നിങ്ങൾ സ്വീകരിക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, രാത്രി ഒരുപാട് നിസ്കരിക്കുന്നവരും ഒരുപാട് പകലിൽ നോമ്പെടുക്കുന്നവരുമാണ്. മഹദി റളിയല്ലാഹു അൻഹ, ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ, ഒരുപാട് നോമ്പെടുക്കുന്നവരും ഒരുപാട് നിസ്കരിക്കുന്നവരുമാണ് നബിയെ. ഫാറൂഖ് തങ്ങളുടെ മോൾ ഹഫ്സ, അതുകൊണ്ട് ഹഫ്സ ബീവിയെ അങ്ങ് ത്വലാഖ് ചൊല്ലരുതേ എന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോൾ അങ്ങനെയാണ്. ആയിഷ ബീവി എന്നത് സിദ്ദീഖ് തങ്ങളുടെ മോളാണ്. മഹാനായ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാതത് ഹഫ്സ ഹത്താ മാ തുഫ്തിർ, നോമ്പ് തുറക്കാൻ നേരമാകുന്ന നേരത്താണ്, നോമ്പുകാരിയായിട്ടാണ് ഫാറൂഖ് തങ്ങളുടെ മോൾ, ഉമർ തങ്ങളുടെ മോൾ ഹഫ്സ ബീവി ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നോമ്പുകാരിയായിരുന്നു. സഹോദരിമാരെ, നമ്മുടെ ഏറ്റവും നല്ല റോൾ മോഡലുകളല്ലേ ഈ മഹദിമാർ. മുആദ അൽ അദവിയ എന്ന ലോകം കണ്ട പ്രഗത്ഭയായ ഒരു പണ്ഡിതയുണ്ട്. ആ മഹദിയെ വിവാഹം ചെയ്തത് സുലത്ത് ഇബ്നു അശ്യം എന്ന് പറയുന്ന മഹാനായ ഒരു പുതിയാപ്പിള, സുലത്ത് ഇബ്നു അശ്യം. ഇത് ഭയങ്കര രസമുള്ള ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ ഒരു വിവാഹം ഇസ്ലാമിക ലോകത്ത് നടക്കുമ്പോഴാ നമ്മുടെ മഞ്ഞക്കല്യാണവും തോന്നിവാസങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടാടുന്നത്. ഇസ്ലാമിന്റെ പുണ്യമായ ഒരു നിക്കാഹ് ഇബാദത്തല്ലേ, അത് ഇബാദത്തല്ലേ. കല്യാണം എന്ന് പറഞ്ഞ ഇബാദത്താണ്, അള്ളാഹു കൂലി തരുന്ന വിഷയമാണ്. എന്തിന്? നിന്റെ കണ്ണ് അന്യ പെണ്ണുങ്ങളെ നോക്കാതെയും നിന്റെ ശരീരം കൊണ്ട് വ്യഭിചാരത്തെ പറ്റി ചിന്തിക്കാതെയും സദ്വൃത്തനായി ജീവിക്കാൻ നിന്നെ സഹായിക്കുന്ന ശറഅ നിശ്ചയിച്ചൊരു നിർബന്ധ ബാധ്യതയാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മളത് മലിനപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് ഇവിടെ. മുആദ അൽ അദവിയ, മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ, മഹദി റളിയല്ലാഹു അൻഹ വിവാഹം കഴിയുന്നു സുലത്ത് ഇബ്നു അശ്യം എന്നവരിലേക്ക്. അദ്ഖലഹു ഇബ്നു അഖീഹിൽ ഹമ്മാം, തണുപ്പുകാലമാണ്, അതുകൊണ്ട് സഹോദരന്റെ പുത്രൻ മഹാനായ സുലത്ത് ഇബ്നു അശ്യം എന്ന പുതിയാപ്പിളയെ കുളിക്കാൻ വേണ്ടി ഹമ്മാമിലേക്ക് കൊണ്ടുപോയി. അന്നൊക്കെ ഹമ്മാം എന്ന് പറയുമ്പോൾ ചുടുവെള്ളം കിട്ടുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ കാണുന്ന ഹമ്മാം എന്ന് പറയാം, പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ചുടുവെള്ളം കിട്ടുള്ളൂ, വീട്ടിലൊന്നും ചുടുവെള്ളം കിട്ടില്ല, ഹീറ്ററൊന്നും ഇല്ലല്ലോ. പുതിയാപ്പിളയെ കുളിപ്പിക്കാൻ ചുടുവെള്ളം കിട്ടുന്ന ഒരു ഹമ്മാമിലേക്ക് സഹോദരന്റെ പുത്രൻ കൈപിടിച്ച് കൊണ്ടുപോയി പുതിയാപ്പിളയെ. ആരാണ് പുതിയാപ്പിള എന്നറിയോ? സുലത്ത് ഇബ്നു അശ്യം റളിയല്ലാഹു അൻഹു. ആരാണ് പുതിയ പെണ്ണെന്നറിയോ? മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ.
മഹാനായ സുലത്ത് ബിൻ അശീം എന്നവര് കുളി കഴിഞ്ഞതിന്റെ ശേഷം സുന്ദരിയായ മണവാട്ടിരിക്കുന്ന റൂമിലേക്ക്, സുഗന്ധം പുരട്ടിയ റൂമിലേക്ക്, അത്തർ പൂശിക്കിടക്കുന്ന ബഹൂർ വെച്ചിരിക്കുന്ന റൂമിലേക്ക്, സുഗന്ധമുള്ള റൂമിലേക്ക് സുലത്ത് ബിൻ അശീം എന്നവർ കടന്നു വരുന്നു. ഒരു വിവാഹത്തിന്റെ ആദ്യ രാത്രിയുടെ ഒരു ചിത്രം. പുതുനാരി ഇവിടെ നിൽക്കുന്നുണ്ട്. സുഗന്ധം പൂശിയ നിർമ്മണമുള്ള റൂമാണത്. വിളിച്ചു വന്നിരിക്കുകയാണ്. സുബ്ഹിയാകുന്നത് വരെ ആ റൂമിൽ കയറി നിസ്കരിച്ചു മഹാനായ സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു. മുആദ് ബീവി പിന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ജീവിതത്തിന്റെ ആദ്യ അനുഭവമാണിത്. ആദ്യത്തെ അനുഭവം നേരം വെളുക്കുന്നവരെയുള്ള നിസ്കാരം. ഒരു ചെറുപ്പക്കാരൻ ആലോചിക്കുക, 20, 25, 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ജീവിതത്തിൽ ശാരീരികമായ ആഗ്രഹങ്ങളും ഒരുപാട് അഭിലാഷങ്ങളും മനക്കോട്ടകളുമുള്ള ഒരു ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചപ്പോ മുആദ് ബീവി പിന്തിരിഞ്ഞോടുകയല്ല, കുറ്റേ കുളിച്ചു. ഈ പുതിയാപ്പിള എനിക്ക് വേണ്ടെന്ന് പറയുകയല്ല, പിന്നിലെങ്ങനെ നിന്നു. നേരം വെളുത്തപ്പോ ഈ വിഷയം കൊണ്ടുപോയത് ചീത്ത പറഞ്ഞു. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ രാത്രിയിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരപുത്ര, നിങ്ങൾ എന്നെ ചുടുവെള്ളമുള്ള ആ ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയപ്പോ എനിക്ക് നരകം ഓർമ്മ വന്നു. ചുടുവെള്ളമല്ലേ ഒഴിക്കുന്നത്? ആ ചൂട് കണ്ടപ്പോ എനിക്ക് അള്ളാഹുവിന്റെ നരകം ഓർമ്മ വന്നു. പിന്നെ നീ എന്റെ പുതിയ പെണ്ണ് കിടക്കുന്ന എന്റെ പുതുനാരിയുള്ള മണവാട്ടിയുള്ള റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ എനിക്ക് സ്വർഗം ഓർമ്മ വന്നു. സ്വർഗം ഓർമ്മ വന്നപ്പോ ഞാൻ ആ സ്വർഗത്തിന്റെ ചിന്തയിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു പോയതാണ്. നേരം വെളുത്തപ്പോഴാ ഞാൻ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്, പുതുനാരിയെ കിട്ടുമ്പോ അപ്സരസുകളായ സുന്ദരിമാരുള്ള സ്വർഗമുണ്ട് എന്ന് വിളിക്കുമ്പോ ആ സ്വർഗത്തിന്റെ ചിന്ത വന്നപ്പോ ഞാൻ സ്വർഗത്തെ കുറിച്ച് ഓർത്തുപോയി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അതെനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ആദ്യ രാത്രിയിൽ കഴിഞ്ഞു പോയ 2 മഹത്തുക്കളുണ്ട്. മുആദത്തുൽ അദവിയ്യ, സുലത്ത് ബിൻ അശീം റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അമ്മൽ ഖിയാമു ഫഇന്നഹാ കഖിയാമിഹിം وأرى نساء الحي غير نسائها. അന്നത്തെ വീടുകൾ പോലെയുള്ള വീടുകളും അനുഭവങ്ങളും ഇന്നുണ്ട്, കല്യാണങ്ങൾ ഇന്നുമുണ്ട്. പക്ഷേ ആചാരങ്ങൾ വ്യത്യസ്തം. മുആദത്തുൽ അദവിയ്യ മഹദി റളിയല്ലാഹു അൻഹ നേരം വെളുത്താൽ പറയും, ഹാദാ യൗമില്ലദീ അമൂതു ഫീഹ്, ഈ ദിവസം ഞാൻ മരിച്ചേക്കും, അതുകൊണ്ട് വൈകുന്നേരമാകുന്നവരെ ഉറങ്ങില്ല. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വൈകുന്നേരം വരെ ഉറങ്ങില്ല. പെണ്ണുങ്ങളൊക്കെ ഉറങ്ങി നേരം കഴിക്കുന്ന കാലാണിത്. ഈ ദിവസം പകലിൽ ഞാനങ്ങ് മരിച്ചുപോയാലോ? രാത്രി വന്നാൽ അവർ പറയും, ഈ രാത്രി ഞാൻ മരിച്ചുപോയേക്കാം, അതുകൊണ്ട് നേരം പുലരുന്നവരെ ആ രാത്രിയിലും ഉറങ്ങാതെ നിൽക്കുമായിരുന്നു. മുആദത്തുൽ അദവിയ്യ എന്ന ഈ പുതുനാരി പെണ്ണ്, സാബിത്തുൽ ബുനാനി എന്ന പ്രഗത്ഭനായ ലോകപ്രശസ്തനായ ആലിം ഈ മഹദിയെ സംബന്ധിച്ചു പറഞ്ഞു. മഹദി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ സുലത്ത് ബിൻ അശീമും മോനും മക്കളുമെല്ലാം ദീനിന് വേണ്ടി ജീവൻ കൊടുത്ത് ഷഹീദായപ്പോ മഹദി റളിയല്ലാഹു അൻഹയെ ഒരുപാട് പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കാൻ വന്ന രംഗം. ഭർത്താവ് മരിച്ചുപോയി, മക്കളുണ്ടായിരുന്നു, മക്കളും മരിച്ചുപോയി. എപ്പോ ദീനിന്റെ ധർമ്മസമരത്തിന് വേണ്ടി ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോ ഒരുപാട് പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ ഈ മുആദത്തുൽ അദവിയ്യ പറഞ്ഞ വാക്കുകൾ അറിയണോ? മർഹബൻ ബികുന്ന, സ്വാഗതം പെണ്ണുങ്ങളെ, നിങ്ങൾ വന്നത് എന്നെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ വന്നത് എന്നെ ആശ്വസിപ്പിക്കാനാണെങ്കിൽ പൊയ്ക്കോളൂ, നിങ്ങളുടെ ആശ്വാസം എനിക്ക് വേണ്ട. എനിക്കങ്ങനെ സങ്കടമില്ലല്ലോ. സങ്കടമുള്ളവനെയല്ലേ ആശ്വസിപ്പിക്കേണ്ടത്? എന്റെ ഭർത്താവ് മരിച്ചത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലേ? എന്റെ കുഞ്ഞു മരിച്ചത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലല്ലേ? നിങ്ങളാരും എന്നെ ആശ്വസിപ്പിക്കാൻ വരണ്ട, അഭിനന്ദിക്കാനാണ് ഈ വരവെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം.
അങ്ങനെ ഒരു ധീരമായ വാക്കുകൾ പറഞ്ഞ മഹദിയാണ് ഈ അർദ്ധരാത്രിയിൽ ഭർത്താവിന്റെ നിസ്കാരം കൊണ്ട് നിന്നുപോയ മുആദത്തുൽ അദവി റളിയല്ലാഹു അൻഹാ. നമ്മൾ മറ്റു ആചാരങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നിക്കാഹിന്റെ തലേന്നോ അല്ലാത്ത ദിവസമോ മഞ്ഞൾ പുരട്ടിയിട്ട് മഞ്ഞക്കുപ്പായമിട്ട് മഞ്ഞക്കോലം കെട്ടി ആർക്ക് വേണ്ടിയായി കോലം കെട്ടൽ? എന്തിനാണ് ഈ ആഭാസങ്ങളൊക്കെ? മുസ്ലിമീങ്ങളായ ആളുകൾ ഇത് ചെയ്യാൻ പാടുള്ളതുണ്ടോ? നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇത് നമുക്ക് പറ്റാത്തതല്ലേ? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരം നിങ്ങൾ നിങ്ങളുടെ ആചാരമാക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് മുത്തനബി പറഞ്ഞുവല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പാടില്ലാത്ത സംഗതിയല്ലേത്? അതുപോലെയുള്ള അനാചാരങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലകളിൽ നിന്ന്, അതിന്റെ ടൗണുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് വരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പവിത്രമായൊരു സംസ്കാരമില്ലേ നമുക്ക്? മഹദി മുആദത്തുൽ അദവി റളിയല്ലാഹു തആല അൻഹാ, അവരുടെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ലം തുവസ്സിദ് ഫിറാശൻ ബഅദഹു, ഭർത്താവിന്റെ മരണശേഷം മഹദി റളിയല്ലാഹു അൻഹ വിരിപ്പിൽ, കിടക്കയിൽ പിന്നെ വിരിപ്പ് വിരിക്കാറില്ലായിരുന്നു. പച്ചക്കട്ടിലില്ല കിടക്കാറുണ്ടായിരുന്നത്. ഭർത്താവിന്റെ വിയോഗത്തിന്റെ ശേഷം അവർ തന്റെ മുലകുടി ബന്ധമുള്ള ഒരു സഹോദരനോട് പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിക്കാനല്ല, ഇവിടത്തെ മന്നമാരുതൻ അനുഭവിക്കാനുമല്ല. പക്ഷേ എനിക്കെന്റെ റബ്ബിനെ കാണാൻ ആഗ്രഹമുണ്ട്. അള്ളാഹുവിനെ കാണണമെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്യണമല്ലോ. നന്മകൾ ചെയ്യണമെങ്കിൽ ആയുസ് വേണ്ടേ? അതുകൊണ്ടാ മോനെ ഞാൻ നിൽക്കുന്നത്. ലഅല്ലഹു യജ്മഉ ബൈനി വബൈന അബി സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന. അങ്ങനെ എനിക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ട് എന്റെ ഭർത്താവ് സുലത്ത് ഇബ്നു അശ്യം എന്ന് പറഞ്ഞ അബു സുഹ്ബായിനെയും എന്റെ മോനെയും സ്വർഗത്തിൽ വെച്ച് കാണണം. അതിനാണ് എന്റെ ഭർത്താവിന്റെ മരണശേഷം, എന്റെ മക്കൾ മരിച്ചുപോയതിന്റെ ശേഷം ഞാൻ ഈ ജീവിക്കുന്നത് എന്റെ റബ്ബിനെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവരെ സംബന്ധിച്ചാണ് അഫീറത്തുൽ ആബിദ എന്ന് പറയുന്ന മഹദി പറഞ്ഞത്. മഹദി റളിയല്ലാഹു അൻഹു മരണമാസന്നമായി. മുആദത്തുൽ അദവിയ്യ, നേരത്തെ പറഞ്ഞ പുതിയ പെണ്ണ്, ഭർത്താവ് നിസ്കരിക്കുന്നത് മുഴുവനും നോക്കി നിന്ന അർദ്ധരാത്രി നിന്ന് കഴിച്ച മഹദി മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹു മരണമാസന്നമായപ്പോ കൂടെയുള്ള ആളുകളൊക്കെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ ലോകപ്രശസ്തയായ ഒരു മഹദി, ഒരുപാട് ത്യാഗം ചെയ്ത മഹദി, അല്ലാഹുവിന് വേണ്ടി ജീവിച്ച ഒരു തരുണീരത്നം ലോകത്തോട് വിട പറയുമ്പോ ബക്കത്ത് സുമ്മ ദഹികത്ത്, കരഞ്ഞു, പിന്നെ ചിരിച്ചു. ആളുകൾ ചോദിച്ചു, യാ മുആദ, മുആദ, എന്തിനാ നിങ്ങൾ ചിരിച്ചത്? എന്തിനാ നിങ്ങൾ കരഞ്ഞത്? മിമ്മൽ ബുകാ വ മിമ്മൽ ദഹക്. എന്തിനായിരുന്നു ഈ ചിരി? എന്തിനായിരുന്നു ഈ കരച്ചിൽ? അവർ പറഞ്ഞു, ഞാൻ കരയാൻ കാരണം ഫഇന്നീ ദകർതു മുഫാറഖത സിയാമി വസ്സലാത്തി വദ്ദിക്ർ. സഹോദരിമാരെ, ഒന്ന് ഓർത്തു നോക്കണേ, ഞാൻ ഈ കരയുന്നത് എന്റെ മരണത്തോടുകൂടെ ഇനി നിസ്കരിക്കാനോ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലാനോ നോമ്പെടുക്കാനോ സാധിക്കുകയില്ലല്ലോ. അതിനായിരുന്നു ഈ കരച്ചിൽ. മിമ്മൽ ബുകാ, എന്തിനാ കരച്ചിൽ? മക്കളെ ഇട്ടെറിഞ്ഞു പോവുകയാണല്ലോ, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, വീട് കുടിയിരുന്നിട്ടില്ലല്ലോ, ഒന്നുമല്ല വിഷയം. മിമ്മൽ ബുകാ, എന്തിനായി കരച്ചിൽ? കാരണം ലിമുഫാറഖത്തി സിയാമി വസ്സലാത്തി വദ്ദിക്ർ. കണ്ണുകൾ അടഞ്ഞുപോയാൽ പിന്നീട് ദിക്ർ ചൊല്ലാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. കണ്ണുകൾ അടഞ്ഞുപോയാൽ പകൽ നേരത്തെ നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ. ഇനി എനിക്ക് എന്റെ റബ്ബിനോട് അടുക്കാനുള്ള വഴികൾ നഷ്ടപ്പെടുകയല്ലേ? ആ സങ്കടമോർത്ത് കരയുകയാണെന്നും ഞാൻ ചിരിക്കാൻ കാരണം ഫഇന്നീ നദർതു ഇലാ അബി സുഹ്ബാ, ഞാൻ അബു സുഹ്ബായിനെ കണ്ടു, എന്റെ ഭർത്താവ് സുലത്ത് ഇബ്നു അശ്യമിനെ കണ്ടു. എന്റെ മുമ്പിലേക്ക് ഒരു വീടിന്റെ വരാന്തയിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അലൈഹി ഹുല്ലതാനി ഖുളറാവതാനി, പച്ച രണ്ട് പുതപ്പുകൾ പുതച്ച് എന്റെ ഭർത്താവ് ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുന്നതും ഞാൻ അങ്ങോട്ട് ചിരിച്ചതും ഞാൻ കണ്ടതാ. ഫഇന്നീ നദർതു ഇലാ ബിസ്സുഹ്ബാ. ഇതൊരു വലിയ അനുഭവമാണ്.